ഹായ് ഹലോ. ഒരു ബാറ്റർ കൊണ്ട് 4 വ്യത്യസ്തമായ വിഭവങ്ങളും കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ഒരു ആവിയപ്പം, അടുത്തത് ഊത്തപ്പം, പിന്നെ വരുന്നത് ഇഡ്ലി ഷാക്ഷുക, നാലാമതായി നല്ല മൊരിഞ്ഞ ദോശ. വരും നമുക്ക് റെസിപ്പി നോക്കാം. 1 കപ്പ് കോഡോ മില്ലറ്റ്, 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, 1/2 കപ്പ് സ്റ്റീൽ കട്ടോട്ട്സ്. ഞാനൊന്ന് പറഞ്ഞില്ലേ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ കുറഞ്ഞ സ്റ്റീൽ കട്ടോട്ട്സിൻ്റെ കാര്യം. ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്നും കൂടി ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 5-6 മണിക്കൂർ കുതിരാൻ വെക്കുക. അതിനുശേഷം ഇഡ്ലിക്കൊക്കെ അരച്ച് വെക്കുന്നത് പോലെ അരച്ച് വെക്കുക. 5-8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ റെഡിയായി വരും. ഇതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മാവ് എണ്ണ തടവിയ ഒരു പാത്രത്തിൽ ഒഴിച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇഡ്ഡലി തട്ടിലും ഒഴിക്കാം കേട്ടോ. ഈ ആവിയപ്പം തക്കാളി ചട്നിയുടെ കൂടിയോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടുത്തതായി ഇതേ മാവിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് നേർപ്പിച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് എരിവിന് ആവശ്യമായ ചില്ലി ഫ്ലേക്സും കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിനോട് ചേർക്കാം കേട്ടോ. ഇത്തിരി എരിവ് മുന്നിൽ നിന്നോട്ടെ എന്ന് കരുതി ഞാനൊരല്പം ചില്ലി ഫ്ലേക്സും കൂടെ അധികം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ദോശക്കല്ലിൽ എണ്ണ പുരട്ടി ഇത് പതിയെ കോരി ഒഴിച്ച് അധികം പരത്താതെ കുട്ടി കുട്ടി ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇങ്ങനെ മൊരിയിച്ചെടുത്ത ഊത്തപ്പത്തിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമാവും. അവരെ ഒന്ന് പിടിച്ചിരുത്താൻ റെഡ് ക്യാപ്സിക്കം ഒക്കെ അരിഞ്ഞ് ചേർത്താൽ മതി. ഇത് നോക്കൂ, ഒരു സൈഡ് നന്നായി മുരിഞ്ഞില്ലേ, അത് തിരിച്ചിടുക. ഇതുപോലെ മറ്റേ സൈഡും കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ചുട്ടെടുക്കുക. പലർക്കും ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റാണല്ലോ ഈ വരകിൻ്റെയും അതുപോലെയുള്ള മില്ലറ്റുകളുടെയൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് അരിയോട് ഒരുപാട് സാമ്യം തോന്നുന്ന രുചിയായി മാറും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും തന്നെ കഴിച്ചോളൂ. ഇനി നമുക്ക് അടുത്ത ഡിഷിലേക്ക് പോകാം. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇഡ്ലി ഷാക്ഷുക. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി. ഇഡ്ലി തട്ടൊന്നും കഴുകി വെക്കണ്ടല്ലോ. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അല്പം ഉള്ളിയും ക്യാപ്സിക്കവും നന്നായി വഴറ്റി അതിലേക്ക് ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഒരു മിക്സി ജാറിലേക്ക് ഒരു 10-12 ക്യൂബ് പനീർ ചേർക്കുക, ഒരു വലിയ തക്കാളി ചേർക്കുക, 5-8 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് അരച്ച പേസ്റ്റ് പോലെ എടുക്കുക. നേരത്തെ വഴറ്റി വെച്ച മിക്സിലേക്ക് ഈ അരച്ച പേസ്റ്റ് ചേർത്ത് മിക്സ് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തിളക്കാൻ വയ്ക്കുക. വെട്ടി തിളക്കട്ടെ. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണേ. ഇനിയാണ് നമ്മൾ മടിയന്മാരുടെ ഇഡ്ഡലി ഇതിനകത്ത് തന്നെ ചുട്ടെടുക്കാൻ പോകുന്നത്. ഇതുപോലെ അല്പം ഗ്യാപ്പ് വെച്ചുകൊണ്ട് ഓരോ തവി ഇഡ്ഡലി മാവും ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇളക്കാതെ വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ മല്ലിയിലയും കറിവേപ്പിലയും തൂകിയെടുക്കാം. താളിച്ചൊഴിക്കുന്നവരുണ്ട് കേട്ടോ, അത് ഞാൻ ചെയ്തില്ല. 4ാമത്തെ വിഭവം നമ്മളെ നോർമൽ ദോശ. അതിന് കൂടെ ഇഷ്ടമുള്ള ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഈ 4 വ്യത്യസ്തമായ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.